കൊയ്ത്തുത്സവം നടത്തി. വടക്കൻ മൈനാഗപ്പള്ളി പാടശേഖരത്തിലാണ് കൊയ്ത്തുത്സവം നടത്തിയത്. വടക്കൻ മൈനാഗപ്പള്ളി പാടശേഖരത്താണ് കൊയ്ത്തുത്സവം നടത്തിയത്. മൈനാഗപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ 5 പാടശേഖരങ്ങളിലായാണ് കൊയ്ത്തുത്സവം നടന്നത്. ഒന്നാം വിളയായി 25 ഹെക്ടർ സ്ഥലത്ത് നെൽകൃഷി ചെയ്തു. മൈനാഗപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വർഗീസ് തരകൻ ഉദ്ഘാടനം നിർവഹിച്ചു. വളരെ സന്തോഷത്തിന്റെ ഒരു ദിവസമാണ്. മൈനാഗപ്പള്ളി ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം നിരവധി നെല്ലുൽപാദന പ്രവർത്തനങ്ങൾ, പ്രത്യേകിച്ച് പാടശേഖര സമിതിയിൽ ആയിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കൃത്യമായി കർഷകർക്ക് വേണ്ടി ഒരു സംവിധാനമാണ് ഒരുക്കിയത്. ഇന്നിവിടെ ഈ കൊയ്ത്തുത്സവത്തിൽ പങ്കെടുക്കാൻ സാധിച്ചത് തന്നെ വലിയ സന്തോഷമായിട്ടാണ് ഞാൻ കരുതുന്നത്. മറ്റെല്ലാ മേഖലകളിലും ഇന്ന് കൃഷി നശിച്ചുകൊണ്ടിരിക്കുമ്പോഴും മൈനാഗപ്പള്ളിയെ സംബന്ധിച്ചിടത്തോളം കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിൽ നിരവധി പ്രവർത്തനങ്ങൾ ഈ കാലയളവിൽ നമുക്ക് നടത്തുവാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഇനിയും ഒരുപാട് പേരെ, കർഷകരെ നമുക്ക് ഇതിനകത്ത് പ്രോത്സാഹിപ്പിക്കുവാനും. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ആർ സജിമോൻ അധ്യക്ഷത വഹിച്ചു. കഴിഞ്ഞ 5 വർഷക്കാലം ഈ സമിതി ഏറ്റവും കൂടുതൽ ഊന്നൽ കൊടുത്തത് കൃഷിയുമായി ബന്ധപ്പെട്ടാണ്. നമുക്കറിയാം, ഈ സമിതി ഏറ്റവും കൂടുതൽ കൃഷി മാത്രമല്ല, വിദ്യാഭ്യാസ മേഖലയിൽ മറ്റെല്ലാ മേഖലകളും ഊന്നൽ നൽകിയെങ്കിൽ ഏറ്റവും കൂടുതൽ കൃഷിയുമായി ബന്ധപ്പെട്ട് ഊന്നൽ നൽകിയപ്പോൾ വളരെ സന്തോഷമുണ്ട്. കാര്യം നമ്മുടെ പാടങ്ങളെല്ലാം ഇങ്ങനെ നെൽവിത്ത് നിറഞ്ഞു നിൽക്കുമ്പോൾ മൈനാഗപ്പള്ളിയുടെ പേരിൽ ഒരു ബ്രാൻഡഡ് അരി കൂടി നമുക്ക് ഇറക്കത്തക്ക ഒരു സംവിധാനം വരുന്ന സമിതി, വീണ്ടും ഈ സമിതി തന്നെ വരികയും ഈ സമിതിയുടെ ഒരു വലിയ ആഗ്രഹമാണ് ഞങ്ങൾക്ക് ഒരു ബ്രാൻഡഡ് അരി തന്നെ ഉണ്ടാവുകയും വരുന്നത്. കാര്യം ജനങ്ങളെല്ലാം ഈ പാടശേഖര സമിതിയും ഈ കാര്യങ്ങളെല്ലാം ഏറ്റെടുത്തപ്പോൾ ആ ഒരു സന്തോഷം നമുക്കുണ്ട്. അത്തരത്തിൽ വീണ്ടും വരുന്ന കാലങ്ങളിൽ ഒരു ബ്രാൻഡ് അരി കൂടി ഈ സമിതി ഉണ്ടാകുമെന്ന് ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് PM സെയ്ദ് സ്വാഗതം പറഞ്ഞു. മൈനാഗപ്പള്ളി ഗ്രാമപഞ്ചായത്തിന്റെ ഈ കഴിഞ്ഞ 5 വർഷക്കാലവും ഏറ്റവും പ്രാധാന്യമായി നമ്മൾ ഊന്നൽ നൽകിയത് കാർഷിക മേഖലയ്ക്കാണ്. അത് കൃഷി ഡിപ്പാർട്ട്മെന്റിന്റെ സഹായത്തോടുകൂടി മൈനാഗപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ തരിശായ മുഴുവൻ പ്രദേശങ്ങളും നമുക്ക് കാർഷിക മേഖലയ്ക്ക് ഏറ്റെടുത്തുകൊണ്ട് അതിന് സന്നദ്ധരായ കുറേ കർഷകരും കുറേ പാടശേഖര സമിതികളും കൃഷിക്കാരുമാണ് നമ്മുടെ കരുത്തെന്ന് പറയുന്നത്. അവരുടെ ആ ഒരു വിശ്രമമില്ലാത്ത ഒരു അധ്വാനമാണ് മൈനാഗപ്പള്ളി ഇത്രയേറെ നെല്ലുൽപ്പാദിപ്പിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഉമാ നെൽവിത്താണ് കൃഷിക്കായി ഉപയോഗിച്ചത്. 120 ദിവസത്തെ വിളവാണ് നെൽകൃഷിക്ക് ലഭിച്ചത്. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട.